ആശാവർക്കർമാരുടെ പ്രശ്നം കേൾക്കാൻ യോഗം വിളിച്ച സർക്കാർ. പ്രശ്നം പഠിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിക്ക് യൂണിയനുകളെ കേൾക്കുന്നതിനായാണ് യോഗം. ഈ മാസം 30-ന് രാവിലെ യോഗം ചേരും. വിവരങ്ങളുമായി സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം. സുനിഷ അയ്യല്ലൂർ, ആശമാരുടെ സമരം നടന്ന വേളയിൽ രൂപീകരിച്ച കമ്മിറ്റിയാണ്. അവയുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ നടപടികൾ? സുജിയ, റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവരെ കേൾക്കാൻ വീണ്ടും സർക്കാർ തയ്യാറാകുന്നത് എന്നതാണ്. കമ്മിറ്റി രൂപീകരിച്ചിരുന്നു നേരത്തെ. ഈ കമ്മിറ്റിക്ക് പഠന റിപ്പോർട്ട് നൽകാനായി ഇവരുടെ പ്രശ്നങ്ങൾ, ഓരോ യൂണിയനുകളുടെയും പ്രശ്നങ്ങൾ പറയാനായാണ് ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 30-ാം തീയതി നടക്കുന്ന യോഗത്തിൽ കൃത്യമായി ഓരോ ട്രേഡ് യൂണിയനുകൾക്കും അതത് സമയം നൽകിയിട്ടുണ്ട്. ഈ സമയത്തിൽ അവരവരുടെ പ്രശ്നങ്ങൾ പറയാമെന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെയാണ് പോകാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ പോകും. ഇത് ഏപ്രിൽ 4-ാം തീയതി നടന്നിരുന്ന 3-ാം തീയതി നടന്ന മന്ത്രിതലത്തിൽ നടന്ന ഒരു ചർച്ചയെ തുടർന്നാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ നന്നായി തീരുമാനിച്ചത്. ഞങ്ങളന്ന് രണ്ട് കാര്യങ്ങൾ ഒഴികെ ബാക്കി കാര്യങ്ങൾക്ക് കമ്മിറ്റി ആവശ്യമുണ്ടെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട്. ഈ ഹിയറിംഗ് നടക്കുമ്പോഴും ആവശ്യപ്പെടാൻ പോകുന്നത് ഓണറേറിയം വർധനവും ഈ വിരമിക്കൽ ആനുകൂല്യവും തന്നെയല്ലേ? ഞങ്ങളെല്ലാം ആവശ്യപ്പെടും. ഞങ്ങൾ ഏതാണ്ട് ഒരു 10-25ഓളം ഡിമാൻഡുകൾ നേരത്തെ തന്നെ സർക്കാരിൻ്റെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. ആ ഡിമാൻഡുകൾ ഇപ്പോഴും വാലിഡാണ്. അതുകൊണ്ട് ആ ഡിമാൻഡുകളെല്ലാം അടങ്ങുന്ന സമഗ്രമായ ഒരു ഡ്രാഫ്റ്റ് ഞങ്ങൾ ഈ സമിതിക്ക് സമർപ്പിക്കുന്നു. ഏതായാലും കമ്മിറ്റിക്ക് മുമ്പിൽ ഈ ഹിയറിംഗിൽ കൃത്യമായി ഈ വിവരങ്ങൾ തന്നെ പറയാനാണ്. അതിനിടയിലായിരുന്നു ഇപ്പോൾ 3 മാസത്തെ ഓണറേറിയം അനുവദിച്ചുകൊണ്ട് NHM-ന് പണം നൽകിയിരിക്കുകയാണ് സർക്കാർ. അതിനെങ്ങനെ കാണുന്നു ചേച്ചി? അത് NHM-ന് പണം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. കാരണം കഴിഞ്ഞ തവണ ഇതുപോലെ ഇപ്പോൾ ഈ മെയ് മാസത്തെ അടക്കം നേരത്തെ 3 മാസത്തെ ധനവകുപ്പ് അനുവദിച്ചുകൊണ്ടൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ പിന്നീടും 1.5 മാസം 2 മാസം കൂടുമ്പോഴാണ് ഓരോ മാസത്തെയും ഓണറേറിയം ലഭിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഉത്തരവ് അത് പബ്ലിക്കാക്കി അത് അവർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ആ ഉത്തരവ് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളും അറിയില്ല. നേരത്തെ സമരം തുടരുമെന്നുള്ളത് തന്നെ. സമരം തുടരും. പക്ഷേ പ്രതിമാസ വേതനം എന്നുള്ളത് ഇനിയെങ്കിലും ഗവൺമെൻറ് നൽകണം എന്നുള്ളതാണ്. അന്ന് ഞങ്ങളോട് ചർച്ചയിൽ പറഞ്ഞത് ജൂൺ മാസം മുതൽ പ്രതിമാസ വേതനം തരാനുള്ള നടപടി ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. വളരെ സ്വാഗതാർഹമാണ്. ആ പണി എടുത്തു കഴിഞ്ഞാൽ അതത് മാസം വേതനം നൽകുക എന്ന് പറയുന്ന ആ നടപടി സർക്കാർ സ്വീകരിക്കണം. അതാണ്. ഏതായാലും ഈ നടപടിയെ സ്വാഗതാർഹം ചെയ്യുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഓണറേറിയം വർധനവ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് പാലിക്കുന്നതല്ലേ, അതിൽ അനുകൂലമായ നിലപാടെടുക്കുന്നതുവരെ സമരം തുടരാനുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് സുജിയ ഇവരുള്ളത്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് സുനിഷ അയ്യല്ലൂരാണ്. ആശാ പ്രവർത്തകരെ കേൾക്കാനായുള്ള യോഗം നടക്കാൻ പോവുകയാണ്. ശുഭപര്യാവസ്ഥയാകട്ടെ ആ യോഗം എന്ന് നമുക്ക് ആഗ്രഹിക്കാം.